ഹിമാചൽ സർക്കാർ കുത്തുവാള എടുത്തു. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് പൈസ എടുക്കാൻ, അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് പൈസ എടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തായിരിക്കും? ബബിത പറഞ്ഞപ്പോൾ ഈ ഹിമാചൽ ഭരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞില്ല. അത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി മാത്രമല്ലല്ലോ, ഇപ്പോൾ പ്രിയങ്ക ഉണ്ടല്ലോ. 3 MP-മാരുള്ള ഏക കുടുംബമല്ലേ അത്. ഗാന്ധി കുടുംബം എന്ന് പറയപ്പെടുന്ന നെഹ്റു കുടുംബം, അവര് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് ഹിമാചലിൽ. അപ്പോൾ അവിടെ പെൻഷൻ കൊടുക്കാനൊന്നും അതിന് പോലും ഒന്നും പൈസ ഇല്ല അവിടെ. അതുകൊണ്ട് MLA-മാരുടെ പെൻഷൻ വെട്ടിച്ചുരുക്കുക, പെൻഷൻ റദ്ദാക്കുക, അങ്ങനത്തെ വിനോദ പരിപാടികളൊക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ന് പറയാം, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർഡ് ഡിപ്പാർട്ട്മെൻറ്റ്, അവർ മുഖ്യമന്ത്രിയുടെ 2 പദ്ധതികളുണ്ട്. മുഖ്യമന്ത്രി സുഖ് ശിക്ഷ യോജന, മുഖ്യമന്ത്രി സുഖ് ആശ്രയ് യോജന. ഈ മുഖ്യമന്ത്രിയുടെ പേരിൻ്റെ കൂടെയും സുഖ് മറ്റൊക്കെ ഉണ്ട്. അപ്പം ഈ 2 പദ്ധതികൾക്ക് ജനുവരി 29 ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റുകൾ അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ചാരിറ്റി അല്ലേ, ധർമ്മ പ്രവർത്തനങ്ങൾക്കൊക്കെ സംഭാവന കൊടുക്കാമല്ലോ ട്രസ്റ്റുകൾക്ക്. അപ്പം അങ്ങനെ ആ ക്ഷേത്ര ട്രസ്റ്റുകളിലൊക്കെ നിയമത്തിലുള്ളത് കൊണ്ട് അത്തരം സംഭാവനകൾ ഈ മുഖ്യമന്ത്രിയുടെ പദ്ധതികൾക്ക് ചെലവാക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വേണ്ടേ എന്നൊക്കെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവ് കുറേ ദീർഘമാണ്, അത് ചുരുക്കി പറയാം. അപ്പോൾ ഹിമാചൽ ഹിന്ദു പബ്ലിക് റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് ആക്ട് 1984, ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് എന്നാണ് എല്ലായിടത്തും പറയുക, ഈ ക്ഷേത്ര കാര്യങ്ങളൊക്കെ നോക്കുന്ന പരിപാടി. അപ്പോൾ ഹിമാചൽ ഹിന്ദു പബ്ലിക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് ആക്ട് 1984, അങ്ങനെ ഒരു ആക്ട് ഉണ്ട്, മറ്റേ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റുകളുടെ ആക്ട്. അപ്പോൾ ആ ട്രസ്റ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് സംഭാവന കൊടുക്കുന്ന കാര്യങ്ങൾ യോഗം കൂടിയിട്ട് അവരുടെ യോഗത്തിൽ പാസ്സാക്കുക. ഇതൊക്കെ ഈ ഉത്തരവിലും പറയുന്നുണ്ട് സർക്കാർ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നിയമത്തിലുള്ളത്, യോഗത്തിൽ പാസ്സാക്കുക. അതിൻ്റെ വകുപ്പ് 17, ആ നിയമത്തിലെ വകുപ്പ് 17 പറയുന്നുണ്ട് ഇങ്ങനെ കൂടണം, പാസ്സാക്കണം. ചീഫ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം. അഡീഷണൽ ചീഫ് കമ്മീഷണർ ടെമ്പിൾ കം ഡയറക്ടർ ലാംഗ്വേജ് ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ഈ അഡീഷണൽ ചീഫ് കമ്മീഷണർ വഴിയാണ് ഈ സംഭാവന തിരിച്ച് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ പദ്ധതിയിലേക്ക് വിടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി സുഖ് ആശ്രയ് പദ്ധതി സാമൂഹ്യക്ഷേമ വകുപ്പ് 2023 ഫെബ്രുവരി 28 ആവിഷ്കരിച്ചതാണ്. വൃദ്ധർ, സ്ത്രീകൾ, കുട്ടികൾ, അനാഥർ ഇവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണെന്നാണ് ആ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വൃദ്ധർ, സ്ത്രീകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ എന്നതിൻ്റെ അകത്തുണ്ട്. ഇവരൊന്നും ഇതുവരെ ഇവരൊന്നും ഇതുവരെ മുഖ്യധാരയിലായിരുന്നില്ലേ എന്നുള്ളൊരു സംശയം ഉന്നയിക്കുന്ന ഒരു സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത്. 6000 കുട്ടികൾ, സംസ്ഥാനത്തുള്ള 6000 കുട്ടികൾ ഈ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 6000 കുട്ടികളെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എടുത്തിട്ട് എന്താണ് ചെയ്തത് ഹിമാചൽ പ്രദേശ് അത് പറഞ്ഞിട്ടുണ്ട്. 23 കുട്ടികളെ ചണ്ഡീഗഡ്, സത്നി, ഡൽഹി, ചണ്ഡീഗഡ്, ഡൽഹി, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് നക്ഷത്ര ഹോട്ടലുകളിൽ പാർപ്പിച്ചു. ഈ പപ്പുവിൻ്റെ ഭരണം നടത്തിയ കാര്യമാണ് പറയുന്നത്. പിന്നെ ബിലാസ്പൂരിലെ 17 കുട്ടികളെ അമൃത്സർ, കപൂർത്തല, പിന്നെ അട്ടാരി, വാഗ അതിർത്തി കൊണ്ടുപോയി കാണിച്ചു 17 കുട്ടികളെ. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. നക്ഷത്ര ഹോട്ടലുകളിൽ പാർപ്പിച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. ഇതാണ് ചില ആളുകൾ വിമാനത്തിൽ കയറ്റി കഴിഞ്ഞാൽ മുഖ്യധാരയിലെത്തി എന്ന് പറയുന്ന ആളുകളില്ലേ, അങ്ങനെ. മുഖ്യമന്ത്രി സുഖ് ശിക്ഷ യോജന സ്ത്രീകൾ, കുട്ടികൾ, പിന്നെ സമഗ്ര വികസനം, അത് 2024 സെപ്റ്റംബർ 3 ആവിഷ്കരിച്ചത്. ഒരെണ്ണം 2023, ഒരെണ്ണം 2024. അപ്പോൾ ഇപ്പോൾ ഈ
ക്ഷേത്രങ്ങൾക്ക് ഇത് കൊടുക്കാനായിട്ട് ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. ക്ഷേത്രങ്ങൾ ഇതിന് സംഭാവനയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ BJP ഇതിനെ എതിർത്തിട്ടുണ്ട്. BJP നേതാവ് ജയറാം ഠാക്കൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സനാതനധർമ്മ വിരുദ്ധരാണ് അവർ. അത് കോൺഗ്രസ് എപ്പോഴും തെളിയിക്കാറുണ്ട്. ഇപ്പോൾ പ്രയാഗ്രാജിൽ പോയി സ്നാനം ചെയ്ത DK ശിവകുമാർ ചെയ്തത് ശരിയല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയായിട്ടാണ് പോയത് അദ്ദേഹം. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ പ്രയാഗ്രാജിൽ DK ശിവകുമാർ പോയത് ശരിയായില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സദ്ഗുരുവിൻ്റെ ശിവരാത്രി പരിപാടിയിൽ പങ്കെടുത്തു ശിവകുമാർ. അതും ശരിയായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അമിത്ഷായുടെ കൂടെ വേദി പങ്കിട്ടു. അതുകൊണ്ട് ശരിയല്ല എന്ന് AICC സെക്രട്ടറി മോഹൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ ശശി തരൂരാണ് DK ശിവകുമാർ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. അയാളെ മുഖ്യമന്ത്രിയാക്കാം 2 കൊല്ലം കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം സിദ്ധരാമയ്യയുടെ കൂടെയാണ് മല്ലികാർജുൻ ഖാർഗെ ആണല്ലോ AICC പ്രസിഡന്റ്. പക്ഷെ പണം മുടക്കുന്നത്, അധ്വാനിക്കുന്നത് ഇതൊക്കെ DK ശിവകുമാറാണ്. അപ്പോൾ എന്തോ ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പഴഞ്ചൊല്ലില്ലേ, അതുപോലെയാണ് ഈ സിദ്ധരാമയ്യയുടെ അവസ്ഥ. സിദ്ധരാമയ്യ ഇയാളെ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടികജാതി വർഗ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ആ മന്ത്രിമാരുടെയൊക്കെ പ്രത്യേക വിരുന്നിനൊക്കെ വീട്ടിൽ വിളിക്കും. അത് ചിലപ്പോൾ പരമേശ്വരയുടെ വീട്ടിലൊക്കെ ആയിരിക്കും. ഉപമുഖ്യമന്ത്രി ഇദ്ദേഹം, ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ടുള്ള മറ്റ് മന്ത്രിമാരില്ലേ, ദളിത് മന്ത്രിമാരും ഒക്കെ ഉണ്ടല്ലോ, അവർ ഊഴം വെച്ചിട്ട് മീറ്റിങ്ങുകൾ ഓരോരുത്തരുടെ വീട്ടിൽ ചേരുന്നുണ്ട്. ഇയാൾ വൊക്കലുകയാണല്ലോ DK ശിവകുമാറിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ വേറെ മീറ്റിംഗ് ചേരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ സിദ്ധരാമയ്യെ ഏതെങ്കിലും ഘട്ടത്തിൽ മാറ്റിയാൽ അത് പട്ടികജാതി വർഗങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് വരുത്താൻ വേണ്ടി ഇടയ്ക്ക് അവർ പ്രസ്താവനയൊക്കെ പുറപ്പെടുവിക്കും. അങ്ങനെയാണ് ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് ശിവകുമാറിനെ. അങ്ങനെ ശിവകുമാറിന് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതേ താമസിക്കാണ്ട്. അതായത് ശശി തരൂർ പറഞ്ഞില്ലേ എനിക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ടെന്ന്. അദ്ദേഹം മറ്റേ സാഹിത്യം എഴുതുന്നതിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. DK ശിവകുമാറിന് ഈ സാഹിത്യ രോഗമൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിന് ഇതേ അറിയാവുള്ളൂ. ക്വാറികളുണ്ട് അവിടെ, ഏറ്റവും കൂടുതൽ ഈ ടൈൽസൊക്കെ വിൽക്കുന്ന ആളാണ് DK ശിവകുമാർ. ക്വാറികൾ അങ്ങനത്തെ ബിസിനസ്സുകാരനാണ്. ബിസിനസ്സിൻ്റെ രാഷ്ട്രീയം കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് സനാതനധർമ്മത്തിൻ്റെ പാതയിലാണ് അദ്ദേഹം. ചാണകം ചവിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, പക്ഷെ സനാതനധർമ്മ പാതയിലാണ്. അപ്പോൾ അങ്ങനെ വിമർശിക്കുന്ന കോൺഗ്രസ്, സനാതനധർമ്മത്തെ വിമർശിക്കുന്ന കോൺഗ്രസ്സാണ് ക്ഷേത്രങ്ങളെ ആശ്രയിക്കുന്നത്. അതാണ് BJP പറയുന്നത്. ഹിമാചലിൽ ജയറാം ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇരട്ടത്താപ്പുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത്. നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഭഗവാനെ പുച്ഛമാണ്, നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ പൈസയും വേണം. അപ്പോൾ ക്ഷേത്രങ്ങളുടെ പൈസയും വേണം. ഈ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് സെക്രട്ടറി ഈ ക്ഷേത്രങ്ങളുടെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് എഴുതിയിട്ടുണ്ട്, ക്ഷേത്രപ്പണം ട്രഷറിയിലാണ് അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10-ാം തീയതി നിയമസഭ ചേരുന്നുണ്ട്, മാർച്ച് 10-ാം തീയതി ഹിമാചലിൽ. അപ്പോൾ നിയമസഭ കുലുങ്ങും ഈ പ്രശ്നത്തിൽ നിന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ അവിടെ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹോട്ടലുകളൊക്കെ പാട്ടത്തിന് കൊടുത്ത് പൈസ ഉണ്ടാക്കാനുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. ഹോട്ടൽ വൈൽഡ് ഫ്ലവർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. 2024 നവംബറിൽ 500 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്. 6300 കോടി രൂപയാണ് വായ്പയുടെ പരിധി ഹിമാചൽ സർക്കാരിൻ്റെ. അപ്പോൾ ഈ ഹോട്ടലുകളൊക്കെ ഇങ്ങനെ പാട്ടത്തിന് കൊടുത്ത്, പാട്ടത്തിന് എടുക്കാനൊന്നും ആളുകൾ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണമൊക്കെ കുറവാണ്, താമസമൊക്കെ കുറഞ്ഞ് നഷ്ടത്തിലായ ഹോട്ടലുകളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ. എന്നിട്ട് ഒരുമാതിരി എല്ലാവരെയും നമ്മൾ കേട്ടുകേൾവില്ലാത്ത നികുതികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ബജറ്റിൽ. ഞാൻ നേരത്തെ വായിച്ചത് ഒരു വീട്ടിൽ
2 കക്കൂസ് ഉണ്ടെങ്കിൽ കൂടുതൽ നികുതി എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ക്ലോസറ്റുകളുടെ എണ്ണമൊക്കെ വെച്ചിട്ട് നികുതി ചുമത്തിയതായിട്ടൊക്കെ വായിച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്, ഇതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. അതെ. അപ്പോൾ 2024 സെപ്റ്റംബറിൽ ക്ഷീരനികുതി ഏർപ്പെടുത്തി. ഓരോ വീട്ടിലുമൊക്കെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ കറക്കുകയൊക്കെ ചെയ്യില്ലേ, യൂണിറ്റിന് 10 പൈസ നികുതി. പിന്നെ പരിസ്ഥിതി നികുതി കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അവിടെ ഉണ്ട് എൻവയോൺമെൻറ്റ് ടാക്സ്. അത് ഈ വൈദ്യുതി മറ്റേ നികുതിയുണ്ട്, ഊർജ നികുതി എന്ന് പറഞ്ഞിട്ട് 2 പൈസ മുതൽ 6 രൂപ വരെ യൂണിറ്റിന്. 125 യൂണിറ്റ് സൗജന്യ വൈദ്യുതി കൊടുക്കുമെന്ന് പ്രചാരണ കാലത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നതാണ്. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വൈദ്യുതി നിരക്ക് കൂടുതലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ മുകളിൽ ടാക്സ് വന്നിട്ടുണ്ട്. ഡീസൽ ലിറ്ററിന് 7 രൂപ കൂട്ടിയിട്ടുണ്ട് അവിടെ ബജറ്റിൽ. പിന്നെ 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ഇലക്ഷൻ വാഗ്ദാനം ഉണ്ടായിരുന്നു. ഈ അവിടെ ടോട്ടലായിട്ട് 43% കടം ഉണ്ട്. ഹിമാചൽ പ്രദേശിന് GDP-യുടെ ഒക്കെ 43% കടത്തിന് വേണ്ടി ആണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പലിശയൊക്കെ ആയിട്ടാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രക്ഷയില്ലാതെ ഇപ്പോൾ പശുക്കൾ, കക്കൂസ്, ഊർജം, എല്ലായിടത്തും ഇങ്ങനെ കൈയിട്ട ശേഷം ആണ് ക്ഷേത്രങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് പൊള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ. നമുക്ക് നോക്കാം ഹിമാചലിൽ എന്ത് സംഭവിക്കുമെന്നിനി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.